എന്താണ് നവോദയ സ്കൂളുകൾ? നവോദയ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഓരോ വർഷവും നമുക്ക് ഏകദേശം ജൂലൈ മാസത്തിലാണ് ഇതിന് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് 26-27 അധ്യയന വർഷത്തിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ ഒരു എക്സാം നടത്തും. ഈ മാസം ജൂലൈയിൽ 30-ാം തീയതി വരെയാണ് നോട്ടിഫിക്കേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അത് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു 6 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുകയും ഒരു സ്കോർ കാർഡ് തരികയും അവിടെ ഒരു കട്ട് ഓഫ് ഉണ്ടാകും. അതിന് മുകളിലുള്ളവർക്കാണ് സ്കൂളുകളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പം എന്തുകൊണ്ട് നവോദയക്ക് ഇത്ര വലിയൊരു ഹൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനം കംപ്ലീറ്റ്ലി റെസിഡൻഷ്യലാണ്. അതായത് മികച്ച അക്കാഡമിക് നിലവാരത്തിലുള്ള അധ്യാപകരാണ് അവിടെ ക്ലാസ്സുകൾ എടുക്കുക. നവോദയയിലേക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് എക്സാംസ് വേണം, നല്ല ക്വാളിഫിക്കേഷൻ വേണം, ടൈറ്റ് എക്സാമാണ്. അതുകൊണ്ട് തന്നെ നല്ല അധ്യാപകർക്ക് മാത്രമാണ് അവിടെ പഠിപ്പിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുക. ഇനിയും ഇന്ത്യയിലെ മികച്ച റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ 665ഓളം JNV സ്കൂളുകളുണ്ട്. ഓരോ ജില്ലയ്ക്കും ഓരോ സ്കൂളുകളുണ്ട്. കേരളത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ എല്ലാ ജില്ലയിലും സ്കൂളുകളുണ്ടാകും. അതും നേര്യമംഗലം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. അടിപൊളി കാമായിട്ട് നല്ല ക്യാമ്പസ് ആയിരിക്കും ഈ കുട്ടികൾക്ക് കിട്ടുക. CBSE കരിക്കുലമാണ്. റെസിഡൻഷ്യൽ ക്യാമ്പസിൽ കുഞ്ഞുങ്ങൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ഹോസ്റ്റലായിരിക്കും. അപ്പം എല്ലാ ഫെസിലിറ്റീസും നല്ലതായിരിക്കും. സർക്കാർ പൂർണ്ണമായിട്ടും ഫണ്ട് ഉണ്ടാകും. ഇനിയും ഇവിടെയുള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, ഇവിടെ ഫ്രീ ആണ് എല്ലാ കാര്യങ്ങളും. എന്തൊക്കെയാണ്? ഹോസ്റ്റലും സ്റ്റേയും. നമ്മൾ സാധാരണ ഒരു ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുക്കും? നമ്മൾ തലയിട, സോപ്പ്, പേസ്റ്റ് ഇതൊക്കെ കൊടുത്തു വിടണം. നോക്ക്, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഹെയർ ഓയിൽ ഇതെല്ലാം ഫ്രീ ആണ്. ഫുഡ്, സ്നാക്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കുട്ടികൾക്ക് വേണ്ടി അവിടെ ഡോക്ടർ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ മെഡിസിൻ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ നേഴ്സസ് അവിടെ തന്നെ സ്റ്റേ ആയിരിക്കും. ഓക്കെ, ഡോക്ടർ ചെക്കപ്സ് ഉണ്ടായിരിക്കും. സ്കൂളിൻ്റെ ഫീസ് ആൻഡ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ബസ്, ട്രെയിൻ ടിക്കറ്റ് ടു ഗോ ഹോം. എന്താ അഡ്വാൻറ്റേജ് ആണല്ലേ? യൂണിഫോംസ്, ഷൂസ്, സോക്സ് ഒന്നും നമ്മൾ മേടിക്കേണ്ട. സ്പോർട്സ് ഡ്രസ്സ്, പ്ലേയിങ് കിറ്റ്സ് അതും സ്പോർട്സ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഈവൻസിനും നമുക്ക് എന്ത് കിട്ടും? നല്ല പരിശീലനം കിട്ടും. ബുക്സ്, സ്റ്റേഷനറി, JEE, നീറ്റ്, എൻട്രൻസ് കോച്ചിങ് +1 +2 ബെഡ്, ബ്ലാങ്കറ്റ്, പില്ലോ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് തുടങ്ങിയ എല്ലാ ഫെസിലിറ്റീസും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന മികച്ച സൗകര്യമുള്ളതാണ് നവോദയ സ്കൂളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻട്രൻസ് ക്രാക്ക് ചെയ്യണം. അപ്പോൾ എൻട്രൻസ് പഠിക്കണോ, ക്രാക്ക് ചെയ്യണോ? നിങ്ങൾ ഞങ്ങളോടൊപ്പം കൂടിക്കോളൂ. ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും 5ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കും അതിൻ്റെ എൻട്രൻസിനുള്ള എല്ലാ ക്ലാസ്സും ഞങ്ങളിലൂടെ ലഭിക്കുന്നതായിരിക്കും.